അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ലെയറിനെ റീനെയിം ചെയ്യണമെന്ന്. ഓക്കെ, ലെയറിനെ നമുക്ക് റീനെയിം ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നിങ്ങൾ ചിലപ്പോൾ പലരും ഇത് പഠിച്ചവരും ഇപ്പം ഈവൻ ഞാനാണെങ്കിൽ പോലും ഞാനിത് പഠിക്കുന്ന സമയത്തൊന്നും ഈ ഒരു റീനെയിം ചെയ്തൊന്നും ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ അതൊക്കെ വളരെ സമയം എടുക്കുന്നുണ്ട്, നമ്മൾ അതൊന്നും ചെയ്യാൻ പോയിട്ടില്ല. പക്ഷേ പിന്നീടുള്ള കാലങ്ങളിൽ നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ലെയറുകൾ കൂടുതൽ വരുന്ന സമയത്ത് നമ്മൾ ഈ റീനെയിം ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായി. സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഞാൻ പല പ്രാവശ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. അതായത് ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ ലെയറുകളുണ്ട് അല്ലേ. ആ ഓരോ ലെയറിനകത്ത് നമ്മൾ ഇടുന്ന ഡിസൈൻ, ഇപ്പോൾ ഒരു ലെയറിനകത്ത് നമ്മൾ ലോഗോയാണ് ഇടുന്നതെങ്കിൽ ആ ലെയറിന്റെ പേര് ലോഗോ എന്ന് എടുത്തിടുവാണെങ്കിൽ നമ്മൾ ആ ഒരു 10-100 ലെയറിൽ നിന്ന് ഒരു ലെയറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ലെയറുകളുടെ എണ്ണം കൂടി ആ ലെയർ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ലെയർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ലെയറിനെ എന്ത് ചെയ്യുക? നിങ്ങൾ റീനെയിം ചെയ്യുക. അങ്ങനെ ലെയറിനെ റീനെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഇതുണ്ടോ, ഈ ലെയർ 1 ഇരിക്കുന്നുണ്ടോ, ഇവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ലെയർ 2 ഇരിക്കുന്നുണ്ടോ, ഈ ലെയർ 2 ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ലെയർ 3 ഡബിൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? പേരും കൊടുക്കുക. എന്തെങ്കിലും ഒരു പേരല്ല, ആ ഒരു പർട്ടിക്കുലർ ഡിസൈനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പേര്. അതായത് ആ ലെയറിനകത്ത് എന്ത് ഡിസൈനാണ് കിടക്കുന്നത് ആ ഒരു ഡിസൈനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പേര് വേണം നിങ്ങളവിടെ കൊടുക്കാൻ. ഓക്കെ, ഞാൻ ഇതിനകത്ത് എലിപ്സ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. സോ എനിക്ക് മനസ്സിലായി ഈ ലെയറിനകത്ത് എന്താണ് എലിപ്റ്റിക്കൽ ഡിസൈൻ ആണ് കിടക്കുന്നത് പറഞ്ഞു മനസ്സിലായി. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ലെയറിനെ നമുക്ക് ഈസി ആയിട്ട് റീനെയിം ചെയ്യാം. ജസ്റ്റ് ലെയർ 1 ലെയർ 2 എഴുതിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. റെക്ടാങ്കിൾ. ഓക്കെ, ഇങ്ങനെയാണ് ലെയറിനെ റീനെയിം ചെയ്യുന്ന കാര്യങ്ങൾ. ഞാൻ ഇനി പറയാൻ പോകുന്ന സെലക്ഷൻ ആണ്. അതിനുശേഷം വീണ്ടും ഞാൻ ലെയറിനെ കുറിച്ച് ബട്ടൺസിനെ കുറിച്ച് പറയാം. ഈ സെലക്ഷൻ മെത്തേഡ് വളരെ ഈസിയാണ്. അതായത് നമ്മൾ വിൻഡോസിനകത്ത് ഫയലുകളൊക്കെ സെലക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ലെയറുകളെയും സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് 3 ലെയറുകളുണ്ട്. ഈ 3 ലെയറുകളെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒന്ന്, ഇൻഡിവിജ്വൽ ആയിട്ടാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ കൺട്രോൾ ഹോൾഡ് ചെയ്യുക. അതായത് ഇപ്പം ഞാൻ ഈ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ ലെയറാണ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ ലെയർ 2 എലിപ്സും സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ റെക്ടാങ്കിൾ എന്നുള്ള ലെയറിൻ്റെ ഈ ഒരു സെലക്ഷൻ പോകാതെ തന്നെ കൺട്രോൾ പ്രസ് ചെയ്ത് ലെയർ 2 എലിപ്സും സെലക്ട് ചെയ്യുവാണെങ്കിൽ ഈ 3 ലെയറും നമുക്ക് സെലക്ട് ആയി കിട്ടും. ഈ 3 ലെയറും സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മൂവ് ടൂൾ ഉപയോഗിച്ച് ഈ 3 ലെയറിനകത്തുള്ള കണ്ടന്റിനെയും ഒരുമിച്ച് നമുക്ക് ഒറ്റയടിക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതായത് ലെയറുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ലെയറിനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഈ ലെയറുകളെല്ലാം ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യാനോ ട്രാൻസ്ഫോം ചെയ്യാനോ നമുക്ക് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ലെയറുകളെ ഓരോന്നുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഓരോന്നുമായിട്ട് സെലക്ട് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ചെയ്യാം? ഏറ്റവും താഴെ കിടക്കുന്ന റെക്ടാങ്കിൾ എന്ന ലെയർ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് എലിപ്സ് സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ 3 ലെയറും ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ലെയറുകളെ സെലക്ട് ചെയ്യുന്ന മെത്തേഡ്. ഇനി ഈ ലെയറിനെ ഡീസെലക്ട് ചെയ്യണമെങ്കിലോ, ഡീസെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കീബോർഡിലെ കൺട്രോൾ തന്നെ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇപ്പം ഈ 3 ലെയറിന്റെ സെലക്ഷനിൽ നിന്ന് എനിക്ക് ഒരു ലെയറിനെ മാത്രം കളയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യുക? എലിപ്സിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സോ അപ്പോൾ ഇവിടെ നമുക്ക് ലെയർ 2 റെക്ടാങ്കിളും സെലക്ട് ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ കൺട്രോൾ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്ത എലിപ്സ് എന്നുള്ള ആ ലെയർ ഡീസെലക്ട് ആയിട്ടുണ്ട്. കണ്ടോ? ഓക്കെ, ആക്റ്റീവ് ലെയറിനെ എപ്പോഴും ഒരു ഗ്രേ കളർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. കണ്ടോ? എപ്പോഴും ഒരു ഗ്രേ കളർ കൊണ്ടായിരിക്കും നമ്മൾ സെലക്ട് ആയി കിടക്കുന്ന അല്ലെങ്കിൽ ആക്റ്റീവ് ആയി കിടക്കുന്ന ലെയറുകളെ കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ലെയറുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യണേ എന്ന് പഠിക്കാം. ഓക്കെ, എന്താണേലും ലെയറുകളെ നമ്മൾ മസ്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യേണ്ടി വരും. സോ എങ്ങനെയാണ് നമ്മൾ ലെയറിനെ അറേഞ്ച് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് ഞാൻ അറേഞ്ച് ചെയ്യാൻ പാകത്തിന് ഞാൻ ഡിസൈൻസ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇപ്പൊ ഇവിടെ 3 ലെയറുകൾ, ആ 3 ലെയറിന്റെ ഞാൻ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡിസൈനിന്റെ കളർ ഒന്ന് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. സോ എനിക്ക് വേണ്ടത് ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പ്. ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ റെക്ടാങ്കിൾ ആണ് ഏറ്റവും താഴെ, ലെയർ 2 അതിന്റെ മുകളിൽ, എലിപ്റ്റിക്കൽ ഷേപ്പ് ഏറ്റവും മുകളിൽ അല്ലേ. ഇപ്പം എനിക്ക് വേണ്ടത് ഈ കാണുന്ന റെക്ടാങ്കിൾ ഷേപ്പ് ഏറ്റവും മുകളിലും അതുപോലെ തന്നെ ഈ എലിപ്റ്റിക്കൽ ഷേപ്പ് ഈ സർക്കുലർ ഷേപ്പിന്റെ താഴെയായിട്ട് എനിക്ക് വേണം. ഓക്കെ, അപ്പം അങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു കാരണവശാലും മൂവ് ടൂൾ എടുത്ത് അറേഞ്ച് ചെയ്യാൻ നോക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ് ടൂൾ എടുത്ത് നമുക്കൊരു ഷേപ്പിന് മുകളിൽ നിന്നും താഴത്തേക്കൊന്നും ഒരിക്കലും നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ ഡോക്യുമെന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നേരെ ലെയർ വിൻഡോയിൽ വരിക. ലെയർ വിൻഡോയിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ലെയറുകളെ ഒന്ന് അറേഞ്ച് ചെയ്താൽ മതിയാകും.
സോ നോക്കുക, ഞാൻ പറഞ്ഞത് ഈ റെക്റ്റാങ്കിൾ ഏറ്റവും മുകളിൽ വരണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഏറ്റവും മുകളിൽ ഇടുന്നു. ഇപ്പോൾ നോക്കിയേ, ഈ രണ്ട് ഷേപ്പിൻ്റെ മുകളിലായിട്ട് എന്ത് വന്നു? റെക്റ്റാങ്കിൾ ഷേപ്പ് വന്നു. ഇനി എനിക്ക് അടുത്തത് വേണ്ടത് എന്തെന്നാണ് ഞാൻ പറഞ്ഞത്? ഈ കാണുന്ന എലിപ്റ്റിക്കൽ ഷേപ്പ് സർക്കുലർ ഷേപ്പിൻ്റെ താഴെ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുക? ഈ എലിപ്സിനെ എടുത്ത് നേരെ ഡ്രാഗ് ചെയ്ത് കണ്ടോ, ഈ രണ്ടിൻ്റെ ഇടയ്ക്കൊരു കളർ കാണിക്കുന്നുണ്ടോ? ആ കളറിൽ വന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ജസ്റ്റ് ഒന്ന് മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക. സോ എലിപ്സ് ഏറ്റവും അടിയിൽ പോയി. അതിൻ്റെ മുകളിൽ ലെയർ 2നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. നമ്മൾ അറേഞ്ച് ചെയ്ത് റെക്റ്റാങ്കിളിനെ എലിപ്സിനെയാണ്. സോ ഇനി വീണ്ടും എനിക്ക് എലിപ്സിനെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ എലിപ്റ്റിക്കൽ ഷേപ്പിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ കണ്ടോ, നമ്മളൊരു ഹോൾഡ്, കൈ വെച്ച് ഹോൾഡ് ചെയ്യുന്ന ഒരു ഐക്കൺ വരും. ഇതിനത് പതുക്കെ ഓരോ ലെയറിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടോ ഇവിടെ വെച്ച് ഞാൻ വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ലെയർ 2ൻ്റെ മുകളിലേ പോകുള്ളൂ, പക്ഷേ റെക്റ്റാങ്കിളിൻ്റെ താഴെയായിരിക്കും. ഞാൻ അതുപോലെ നേരെ റെക്റ്റാങ്കിളിൻ്റെ മുകളിലാണ് എനിക്ക് ഈ ലെയർ വേണ്ടത്. അപ്പോൾ സോ ഞാൻ റെക്റ്റാങ്കിളിന് മുകളിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? ഞാൻ മൗസിൽ നിന്ന് കൈ എടുക്കുന്നു. സോ എലിപ്സ് ഏറ്റവും മുകളിൽ വന്നു പഴയപടി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെയറുകളെ അറേഞ്ച് ചെയ്യുന്ന. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, ലെയറുകളെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ലെയറിനകത്തുള്ള ഡിസൈനുകളും നമ്മുടെ ഡോക്യുമെന്റിൽ അറേഞ്ച് ആകുന്നുണ്ട്. ഇനി നമുക്കിതിന് ഷോർട്ട് കട്ടുകളുണ്ട്. ഞാൻ ആ ഷോർട്ട് കട്ടുകളും കൂടെ പറയാം നിങ്ങളുടെ അടുത്ത്. അതായത് നമുക്ക് ലെയറിനെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ചുമ്മാ മൗസ് വെച്ച് ക്ലിക്ക് ചെയ്ത് മുകളിലേക്കും താഴത്തേക്കും നമുക്ക് ഡ്രാഗ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കീബോർഡിലെ കുറച്ച് ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനകത്ത് തന്നെ ഫസ്റ്റ് തന്നെ ഇത് നോക്കുക, ഈ ലെയർ 2 ആണ് ഏറ്റവും താഴെ കിടക്കുന്ന ലെയർ അല്ലേ? അതായത് സർക്കുലർ ഷേപ്പുള്ള ലെയർ ആണ് ഏറ്റവും താഴെ കിടക്കുന്നത്. സോ ഞാൻ ചെയ്യാൻ പോകുന്നത് കൺട്രോൾ പ്ലസ് ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നോക്കിയേ, ഇത് കണ്ടോ, ലെയർ മുകളിലേക്ക് വന്നു. നേരെ മറിച്ച് കൺട്രോൾ പ്ലസ് ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് ക്ലിക്ക് ചെയ്യണമെങ്കിലോ ഈ ലെയർ നേരെ താഴത്തേക്ക് വരും. സോ നമ്മൾ ഈ കൺട്രോൾ പ്ലസ് ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് ആൻഡ് കൺട്രോൾ പ്ലസ് ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ലെയറുകൾ ഈസി ആയിട്ട് മുകളിലേക്കോ താഴത്തേക്കോ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഞാൻ ആ ഷോർട്ട് കട്ട് ഒന്ന് പറയാം. ഇപ്പം ലെയറുകളിലെ മുകളിലേക്കാണ് അറേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യുക? കൺട്രോൾ പ്ലസ് ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ലെയറുകളെ നേരെ താഴത്തേക്കാണ് അറേഞ്ച് ചെയ്യേണ്ടെങ്കിലോ കൺട്രോൾ പ്ലസ് ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. സോ ഈ ഒരു ഷോർട്ട് കട്ടും കൂടെ നിങ്ങൾ ലെയറുകൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന എങ്ങനെയാണ് ലെയറുകളെ ഗ്രൂപ്പ് ആക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഈ ലെയറിനെ ഗ്രൂപ്പ് ആക്കിക്കൊണ്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് ഞാൻ എന്താന്ന് പറയാം. നിങ്ങൾ ഈ ഒരു ഷേപ്പിലേക്ക് തന്നെ നോക്കുക. ഈ 3 ഷേപ്പിനെ എനിക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഒന്ന് വലുതാക്കണം, അതിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് വലുതാക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഓരോ ലെയറിനെ നിങ്ങൾ എന്ത് ചെയ്യണം? കൺട്രോൾ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഒറ്റയടിക്ക് സെലക്ട് ചെയ്യുകയോ ചെയ്യാം. അതിനുശേഷം കൺട്രോൾ T പ്രസ് ചെയ്ത് ഇതിനെന്ത് ചെയ്യാം? എനിക്ക് ട്രാൻസ്ഫോം ചെയ്ത് വലുതാക്കാം. ഇത് തന്നെയാണ് ഞാൻ നിങ്ങളുടെ ചോദിച്ചത്. പക്ഷേ എനിക്കിനി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇതിനെ വലുതാക്കണമെങ്കിലോ വീണ്ടും ഞാൻ പോയി ഓരോന്നിനെ സെലക്ട് ചെയ്യണം. ഇപ്പം ഇതിൻ്റെ കൂടെ 10-50 ലെയർ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഓരോ ലെയറിനെ നമ്മൾ കണ്ടുപിടിച്ചെടുക്കേണ്ടതായിട്ട് വരും. സോ അതിന് വരെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലെയറുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ലെയറുകളെ ഗ്രൂപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൺട്രോൾ പ്രസ് ചെയ്യുക, ഓരോ ലെയറിനെയും സെലക്ട് ചെയ്യുക, കൺട്രോൾ G. അതല്ല എന്നുണ്ടെങ്കിൽ മുകളിൽ നമ്മുടെ ലെയർ വിൻഡോയിൽ ഇത് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും താഴെ ഗ്രൂപ്പ് ലെയർ ഉണ്ട്. ഗ്രൂപ്പ് ലെയറിൽ ക്ലിക്ക് ചെയ്താൽ മതി, അതെന്താവും? അത് ഗ്രൂപ്പ് ആവും. സോ ഒന്നിലെ കൺട്രോൾ G പ്രസ് ചെയ്യുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ലെയർ മെനുവിൽ താഴെയായിട്ട് എന്തുണ്ട്? ഗ്രൂപ്പ് ലെയേഴ്സ് ഉണ്ട്. ഇനി അതും അല്ലെങ്കിൽ തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇത് കണ്ടോ, ലെയർ വിൻഡോയ്ക്കകത്ത് താഴെയായിട്ട് നോക്കി ക്രിയേറ്റ് എ ന്യൂ ലെയർ എന്നുള്ള ഐക്കൺ കണ്ടോ, അതിനോട് തൊട്ട് ചേർന്ന് തന്നെ ക്രിയേറ്റ് എ ന്യൂ ഗ്രൂപ്പ് എന്നുള്ള ഐക്കൺ ഇല്ലേ? സോ ആ ക്രിയേറ്റ് എ ന്യൂ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്താൽ മതി. ആ 3 ലെയറും സെലക്ട് ചെയ്ത ശേഷം ക്രിയേറ്റ് എ ന്യൂ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ സെലക്ട് ചെയ്ത ലെയറുകളെല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു ഗ്രൂപ്പ് നമുക്കിവിടെ ക്രിയേറ്റ് ആയി കിട്ടും. സോ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ആയി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 3 ലെയറിനെ ഒരുമിച്ച് എന്തെങ്കിലും കമാൻഡുകളോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമോ കാര്യങ്ങളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പ് എന്നുള്ള ലെയർ മാത്രം സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? ചേഞ്ച് ചെയ്താൽ മതി. കണ്ടോ? അതുപോലെ തന്നെ ഇതിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ T പ്രസ് ചെയ്ത് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാം. ഇനി ഗ്രൂപ്പ് ചെയ്തു എന്നോർത്ത് ഈ ലെയറുകൾ ഇവിടുന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടോ? ഇല്ല. ഇതുണ്ടോ, ഈ ഗ്രൂപ്പിൻ്റെ
ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ആരോ ഉണ്ട്. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിനകത്ത് എത്ര ലെയറുകളുണ്ടോ ആ ലെയർ എല്ലാം നമുക്കിവിടെ ഓപ്പൺ ആയി കിട്ടും. ദെൻ ആ ലെയറിനെ മാത്രം സെലക്ട് ചെയ്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതും നമുക്കിവിടെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയാണ് ലെയർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. വളരെ സിമ്പിൾ. സെലക്ട് ചെയ്യുക, ഒന്നിലെ ലെയർ വിൻഡോയിൽ ക്രിയേറ്റ് എ ന്യൂ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ Ctrl+G പ്രസ് ചെയ്യുക. അതുമല്ല എന്നുണ്ടെങ്കിൽ ലെയർ മെനുവിൽ വരിക, ഗ്രൂപ്പ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ലെയറുകളെ ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഓക്കെ.